ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോൾഡിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ മാസം തുടങ്ങിയിട്ട് പ്രൈസ് ഒരു ബുള്ളിഷിലാണ് മൂവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ മാസം നല്ലൊരു ബിയറിഷിലാണ് പ്രൈസ് മൂവ് ചെയ്തത്. അതിൻ്റെ റീസൺ തന്നെ നമ്മൾ സാധാരണ വാറൊക്കെ വരികയാണെങ്കിൽ ഗോൾഡൊക്കെ നല്ല ബുള്ളിഷിൽ പോവുകയും നല്ല വരുമാനം ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ മാസം എന്തുകൊണ്ട് പ്രൈസ് ബിയറിഷിലേക്ക് പോയെന്ന് പല ആൾക്കാരും ചോദിച്ചു. പ്രത്യേകിച്ച് ആ ഒരു വാർ വന്ന സമയത്ത് നല്ല രീതിയിൽ ബുള്ളിഷിലേക്ക് പോകേണ്ടതായിരുന്നു. ശരിയാണ്. പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഗോൾഡിൻ്റെ മന്ത്ലി വീക്ക്ലി ഡേ ചാർട്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് നല്ല ബുള്ളിഷിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്ട്രീം പ്രീമിയത്തിലാണ് നിർണ്ണയിച്ചത്. ആ സമയത്ത് വാർ വന്ന സമയത്ത് പല ഗവൺമെൻറ്റും അവരുടെ ഗവൺമെൻറ്റിൻ്റെ ബോണ്ടിലേക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയും കണ്ടതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് പലരും ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയി. നമ്മളിപ്പോൾ കണ്ടതാണ് ക്രൂഡ് ഓയിലിൻ്റെ വീഴ്ചയും അതിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും പ്രൈസ് ബുള്ളിഷിലേക്ക് പോകുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ഓൾറെഡി ബുള്ളിഷ് തന്നെയാണ്. നിങ്ങൾ ബുള്ളിഷ് പി ഒയിലൊക്കെ വരുന്ന പല എൻട്രികളും നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രൈസ് റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ മാർക്കറ്റ് ഒന്ന് ചേഞ്ചായി. കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ ഇവിടെയൊക്കെ വെച്ച് നോക്കണമെങ്കിൽ നല്ല ബുള്ളിഷിലേക്ക് നല്ല മൂവ്മെൻറ്റ്സ്. നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു മണിക്കൂർ കൊണ്ട് ഒരു $50-100 മൂവ് ചെയ്ത സമയത്ത് മിനിമം ഒരു $50 മൂവ് ചെയ്യാറുണ്ട്. ഒരു ദിവസം $200 $300 വരെ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വിംഗ് ട്രേഡറിനെ സംബന്ധിച്ച് ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് ഹോൾഡ് ചെയ്താൽ കിട്ടുന്ന പ്രോഫിറ്റ് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ $200-300-400 1-2 ദിവസം കൊണ്ട് തന്നെ ടാർഗറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നു. വളരെ സേഫ് ആയിട്ടുള്ള ട്രേഡാണ്. നമ്മൾ ട്രേഡ് ഇട്ട് ടാർഗറ്റൊക്കെ അടിച്ച് നമ്മൾ ഹോൾഡൊക്കെ ചെയ്യണമെങ്കിൽ ബ്രേക്ക് ഈവനൊക്കെ വെച്ച് ഹോൾഡ് ചെയ്താൽ സേഫ് ആയിട്ട് എടുക്കായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇപ്പോൾ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ഈ ഒരു 4 മാസം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു റേഞ്ചിലാണ് പ്രൈസ് വന്ന് നിൽക്കുന്നത് അല്ലേ. ഈ റേഞ്ചിൽ വന്ന് നിന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ ഒരു കൺസോൾട്ടേഷനാണ്. ഒരു പ്രൈസ് ഒരു ഹൈയോ ലോയൊക്കെ എടുത്തിട്ട് പ്രൈസ് അതിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾക്ക് ടാർഗറ്റുകളിലൊക്കെ വ്യത്യാസം വരും. നമ്മൾ നേരത്തെ മിനിമം ഒരു $50 ടാർഗറ്റ് ചെയ്ത സ്ഥലത്ത് നമുക്കൊരു $10-20 കിട്ടുന്നുള്ളു. മാക്സിമം പോയ ഒരു $30 മൂവ്മെൻറ്റ്സ് കഴിഞ്ഞിട്ട് പ്രൈസ് അതേ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരിക. മാർക്കറ്റ് മാറുന്നതനുസരിച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ ട്രേഡ് മാനേജ്മെൻറ്റിൽ നമ്മൾ മാറ്റം വരുത്തി നമ്മൾ അതിലേക്ക് മാറേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിൽ കയറും, കുറേ പ്രോഫിറ്റ് കാണും, പക്ഷേ ഇതൊന്നും നമ്മൾ ബുക്ക് ചെയ്യില്ല. മനസ്സിലായോ? എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ബ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ചെയ്യാനാണ് ബ്രെയിന് താല്പര്യം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യും. നമ്മൾ ട്രേഡിങ്ങിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരികയും അത് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റായിട്ട് ട്രേഡ് ചെയ്യുന്നവനാണ് യഥാർത്ഥ പ്രൊഫഷണൽ ട്രേഡറും പ്രോഫിറ്റബിൾ ട്രേഡറും ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത് നമ്മൾ നേരത്തെ പോകുന്ന മാർക്കറ്റിൽ തന്നെ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരുപാട് ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മാർക്കറ്റ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് മാറുകയും അത് കറക്റ്റായിട്ട് ആ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യണമെന്നുള്ള നല്ലൊരു എക്സ്പീരിയൻസും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നോളജും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്ത് നേരത്തെ എടുത്ത ട്രേഡിനേക്കാളും കുറച്ച് കൂടുതൽ ട്രേഡ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റും കൂടിയാണ് ഈ ഒരു റേഞ്ച് മാർക്കറ്റ്. നമുക്ക് നേരെ ഡേയിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ചകളിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. നമ്മൾ വീക്കിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ച കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പ്രൈസ് ഓപ്പൺ ചെയ്തത് എങ്ങനെയാണ്? ഈ വീക്കല്ല, ഇപ്പോൾ മൺഡേ ആണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച പ്രൈസ് ഓപ്പൺ ചെയ്തത് നല്ലൊരു ബിയറിഷ് ഗ്യാപ്പിലാണ് ഓപ്പൺ ചെയ്തത് അല്ലേ. നമ്മൾ പ്രൈസ് ബുള്ളിഷിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു പ്രൈസ് ഒരു ബുള്ളിഷ് ഗ്യാപ്പിലായിരുന്നു പ്രൈസ് പല ദിവസങ്ങളും ഓപ്പൺ ചെയ്തിരുന്നത്. പല ആൾക്കാരും ഫ്രൈഡേ ട്രേഡ് എടുക്കുന്നു, മൺഡേ തന്നെ നല്ലൊരു പ്രോഫിറ്റ് എടുത്ത് മാറുന്നു. ഇതൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടതാണ്. ഫ്രൈഡേ തന്നെ നല്ലൊരു ബുള്ളിഷ് ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്യുന്നത്. ഈ പ്രൈസ് ഒരു ബിയറിഷിലേക്ക് മാറുമ്പോൾ ഇതേ ബിഹേവിയർ വീണ്ടും കാണിക്കും. ഇന്ന് പ്രൈസ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. മൺഡേ ഓപ്പൺ ചെയ്തത് വളരെ ഏകദേശം ഒരു $19 താഴെയാണ്. അതേപോലെ കഴിഞ്ഞ വീക്കും ഇതേ സാധനം നമ്മൾ കണ്ടായിരുന്നു. ഇവിടെയാണ് ക്ലോസ് ചെയ്തതെങ്കിലും മൺഡേ ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. അപ്പോൾ ഒരു ഗ്യാപ്പ് നമ്മൾ കാണുമ്പോൾ ഇത് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ വീക്ക് ട്രേഡ് ക്ലോസ് ചെയ്യാതെ മൺഡേ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിരിക്കും, ചിലപ്പോൾ ലോസ് ആയിരിക്കും. പക്ഷേ ഞാൻ പറയണത് ബുള്ളിഷിലേക്ക് പോകുമ്പോൾ ബുള്ളിഷ് ഗ്യാപ്പിൽ പലരും കണ്ടെങ്കിൽ ബിയറിഷിലേക്കും അത് തന്നെ വരുമെന്നും പറഞ്ഞ് ബിയറിഷിലേക്ക് സെല്ലെടുത്ത് വയ്ക്കുന്നത് നേരെ ഓപ്പോസിറ്റും പറയാം. എന്ന് വെച്ചാൽ വാറായതുകൊണ്ട് തന്നെ ഈ വാറിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ന്യൂസ് നമ്മുടെ ഈ എക്കണോമിക് കലണ്ടറിൽ കാണാത്ത പല സ്പീച്ചുകളും ഇവിടെ നല്ല റിയാക്ഷൻ തരുന്നത്. ഈ റിയാക്ഷൻ തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗോൾഡും അതേപോലെ കറൻസികളെല്ലാം ഒരേ സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡിലാണെങ്കിലും മിനിറ്റിൻ്റെ ക്യാൻഡിലാണെങ്കിലും എല്ലാം സെയിം പോലെ തന്നെ നിൽക്കുന്നു.
അപ്പോൾ ഇങ്ങനത്തെ ക്യാൻഡിൽസ് വന്നു കഴിയുമ്പോഴത്തേക്ക് ടെക്നിക്കൽ പരമായിട്ടല്ല അത് മൂവ് ചെയ്യുന്നത്, അതൊരു മാനിപ്പുലേഷനാണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടാകാനുള്ള സാധ്യത വരും. എന്നാൽ അതേപോലെ തിരിച്ച് ഇങ്ങോട്ട് കയറിയത് അതേപോലെ തിരിച്ച് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതൊരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങുന്നത്, നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഫ്രൈഡേ ക്ലോസ് ചെയ്യാതെ മൺഡേ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഇത് താഴേക്ക് വരും അല്ലെങ്കിൽ മുകളിലേക്ക് പോകും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഹോൾഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്നിട്ട് എല്ലാ ഫ്രൈഡേയും കൺസൾട്ടേഷൻ മാർക്കറ്റിൽ എല്ലാ ഫ്രൈഡേയും ക്ലോസ് ചെയ്ത് മാറുന്നതാണ് നല്ലതെന്ന് വെച്ചാൽ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും പ്രൈസ് മൺഡേ ഓപ്പൺ ചെയ്യുമ്പോൾ മാറാമെന്ന് വെച്ചാൽ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഓരോ ന്യൂസിലും പ്രൈസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്ന നമുക്ക് അറിയാം. ചിലപ്പോൾ ബുള്ളിഷിലേക്ക് പോകുന്നത് തന്നെയാണ്, ചിലപ്പോൾ ബിയറിഷിലേക്ക് പോകുന്നത് തന്നെയാണ്, ചിലപ്പോൾ ഒരു $50 $100 വരെയൊക്കെ പോകുന്നത്, അതേപോലെ തന്നെ തിരിച്ചു വരും. അതാണ് ഈ ഒരു റേഞ്ച് മാർക്കറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രൈസ് ഈ ഒരു റേഞ്ചിൽ തന്നെ, എന്നാലും ഒരു നമ്മുടെ ഡേയുടെ ഒരു OBയിൽ നിന്ന് പ്രൈസ് കയറിപ്പോയത് കൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് റേഞ്ചിലാണ് പ്രൈസ് നിൽക്കുന്നത്. പ്രൈസ് ഇനിയും കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈ വരെയൊക്കെ മാക്സിമം പോകാനുള്ള സാധ്യത. ഇവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് ഒരു കൺഫർമേഷൻ തരാതെ കയറിപ്പോവുകയാണെങ്കിൽ മാത്രമേ മുകളിലേക്ക് നമുക്ക് പോകുകയുള്ളൂ. ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുമുള്ളൂ. പെട്ടെന്നൊന്നും ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. പ്രൈസ് കയറുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും കയറുന്നത്. പക്ഷേ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു റേഞ്ച് എപ്പോഴൊക്കെ പ്രൈസ് നിൽക്കുന്നോ അപ്പോഴൊക്കെ പ്രൈസ് ഹൈ ലിക്വിഡേറ്റ് ചെയ്ത് പ്രൈസ് താഴേക്കും വരുന്നത് കാണാം കേട്ടോ. ഈ ഹൈയുടെ ലിക്വിഡേറ്റ് ചെയ്ത് പ്രൈസ് താഴേക്ക് വരുന്നു. ചില ദിവസങ്ങൾ താഴേക്ക് വരുന്ന നിങ്ങൾക്ക് കയറുമ്പം ഒരു ദിവസം $200-300 കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡബിള് ഒറ്റ ദിവസം കൊണ്ട് താഴേക്ക് വരും. താഴേക്ക് വരുന്നത് ട്രേഡ് എടുക്കാനല്ല ഞാൻ പറയുന്നത്, അത് മനസ്സിലാക്കി അവിടെ നിന്ന് മാറി നിൽക്കാൻ ചെയ്യേണ്ടത്. അത് എത്ര ഡോളർ ഇറങ്ങി വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഒരു റേഞ്ചിൽ പ്രൈസ് നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല, നല്ല ട്രേഡിങ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി എന്ത് ചെയ്യും, നേരെ ബൗൺസ് ചെയ്യും. താഴേക്ക് ഇട്ടിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, ഒരു ഡിസ്കൗണ്ടിലേക്ക് കൊണ്ടുവരും. ഡിസ്കൗണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വരികയും നല്ല രീതിയിൽ ട്രേഡ് നടക്കുകയും ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലി എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സൂക്ഷിച്ചും കണ്ടും ട്രേഡ് എടുക്കുന്നതാണ് ബെറ്റർ. ഇതേപോലത്തെ ക്യാൻഡിൽസൊക്കെ ഇനിയും വരാം. അപ്പോൾ പ്രൈസ് ബുള്ളിഷിൽ തന്നെ പോകുന്നത്. ബൈ എൻട്രികളൊക്കെ പരമാവധി നോക്കുക, അതേപോലെ തന്നെ സെൽ എൻട്രികളും നോക്കുക. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ എടുത്ത ടാർഗറ്റുകളല്ല, ഒരു $10, $15, $20, $25, അങ്ങനെ $30, മാക്സിമം പോയി ഒരു $50 ടാർഗറ്റുകൾ വെക്കുന്നതാണ് ഈ ഒരു മാർക്കറ്റിൽ നല്ലത്. അപ്പോൾ നമുക്ക് 4 അവർ നോക്കാം. ഇപ്പോൾ ഓൾറെഡി ഡെയിലി പ്രൈസ് ഒരു ബുള്ളിഷിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് 4 അവറിലൊക്കെ വരികയാണെങ്കിൽ 4 അവറിൻ്റെ ഒരു OBയിൽ നിന്നാണ് പ്രൈസ് റിയാക്ട് ചെയ്തേക്കുന്നത്. ഏറ്റവും അടിപൊളി, എനിക്ക് ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കി തന്ന ഒരു എൻട്രി സെറ്റപ്പാണ് അവിടെ വന്നത്. ഞാൻ നല്ല രീതിയിൽ ട്രേഡ് എടുക്കുകയും പ്രോഫിറ്റ് കാണുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സെറ്റപ്പൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇതേപോലെ ട്രേഡ് എടുത്ത് കാശ് ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ ബെസ്റ്റ് എൻട്രി സെറ്റപ്പ് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 4 അവറിലാണെന്നുണ്ടെങ്കിൽ ഇനി പ്രൈസ് ഈ ലോയിലൊക്കെ വന്നിട്ട് വീണ്ടും റിയാക്ട് ചെയ്യാം. നമ്മൾ ഈ ലോ പറഞ്ഞിരുന്നു, പക്ഷേ പ്രൈസ് ഇത് കയറിപ്പോയി. അപ്പോൾ ഈ ലോ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്ത് പോകാം. നമുക്കൊന്നും കൂടി നോക്കണമെങ്കിൽ നമുക്ക് 1 അവറിലേക്ക് വരാം. 1 അവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഓൾറെഡി നമ്മുടെ ഒരു ബിയർ സ്ട്രക്ചറിൽ തന്നെയാണ് നിൽക്കുന്നത്. 4 അവറിലും 1 അവറിലൊക്കെ പ്രൈസ് ഒരു ബിയർ സ്ട്രക്ചറിലാണ് നിൽക്കുന്നത്. 1 അവറിലാണെന്നുണ്ടെങ്കിലും ഇവിടെ 1 അവറിൻ്റെ POIകളൊന്നും ഇല്ല. നമുക്ക് ഇൻറ്റേർണൽ നോക്കുകയാണ്. നിങ്ങൾക്ക് ഇൻറ്റേർണലൊക്കെ നല്ല രീതിയിൽ ചെയ്യാം കേട്ടോ. അത് 1 അവർ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ 50 മിനിറ്റിൻ്റെ ഇൻറ്റേർണലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഹൈ ആണ് നിൽക്കുന്നത്. ഈ ഹൈക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് 1 അവറിലും റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു പൊസിഷൻ. ഇപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്ത് തന്നെ കണ്ടോ, വലിയൊരു ബിയറിഷ് ഗ്യാപ്പിലാണ് പ്രൈസ്. ഇപ്പോൾ ചിലപ്പോൾ ഈ ഗ്യാപ്പ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് ഇറങ്ങാം, ചിലപ്പോൾ വീണ്ടും കയറി വരാം. ഇറങ്ങിയാലും പ്രൈസ് വീണ്ടും കയറി വരാം. ഇറങ്ങി ഈ ലോയും എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ ലോയും കൂടി എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അവിടെ നല്ലൊരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നേരെ 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റ് അതേപോലെ തന്നെ സെക്ഷൻ്റെ എൻട്രികളൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. ഇന്നിപ്പോൾ പ്രൈസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ സമയത്ത് തന്നെ 50 മിനിറ്റിൻ്റെ OBയും ഫെയിലായാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ എടുത്ത പൊസിഷൻ കണ്ട് ഇവിടെ 50 മിനിറ്റിൻ്റെ ഒരു വിക്ക് OBയും കൂടിയുണ്ട്. അപ്പോൾ അത് ലിക്വിഡേറ്റ് ചെയ്യാനും അവിടെ നിന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. 50 മിനിറ്റ് പ്രൈസ് ഓൾറെഡി ബുള്ളിഷാണ്. അപ്പോൾ 50 മിനിറ്റിലെ ഈ ലോ ഇപ്പോൾ ഇനിയെങ്ങാനും പ്രൈസ് നല്ല രീതിയിൽ ഇറങ്ങി വന്ന് ഈ ലോ എടുത്ത് ബോഡി ബ്രേക്ക് ചെയ്ത് തിരിച്ച് ചേഞ്ച് ഓഫ് കയറ്റ് തന്നാലും പ്രൈസ് തിരിച്ച് ഇതേപോലെ കയറിപ്പോൾ ഇവിടെയൊക്കെ ബുള്ളിഷ് ചേഞ്ച് ഓഫ് കയറ്റ് തന്നിട്ട് പ്രൈസ് എന്ത് ചെയ്ത് ഒരു OBയിൽ വന്ന് മിറ്റിഗേഷൻ നടത്തിയിട്ടാണ് ഈ ഇറങ്ങിപ്പോകുന്നതല്ല കേട്ടോ. അപ്പോൾ 50 മിനിറ്റിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കേണ്ടത് ബുള്ളിഷാണോ ബിയറിഷാണോ നിൽക്കേണ്ടത്. നിങ്ങൾ ഹൈ ടൈം ഫ്രെയിം നോക്കിയാൽ മതി. നിങ്ങളിത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ട്രേഡ് എടുത്ത് പ്രീവിയസ് ലോയും പ്രീവിയസ് ഹൈ ഒക്കെ വെച്ച് നല്ലൊരു ട്രേഡ് എടുത്താൽ മതി. അതേപോലെ ഞാൻ പറയുന്നത് ഈ ആഴ്ച മെയിനായിട്ട് നോക്കേണ്ട സെക്ഷൻ ട്രേഡ്
50 മിനിറ്റിൽ ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ, അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന 1 അവർ ഇങ്ങനെയുള്ള ട്രേഡുകളൊക്കെ നല്ല രീതിയിൽ നോക്കിയെടുക്കാവുന്നതാണ്. പ്രീവിയസ് ഡേയുടെ ലോയും അങ്ങനെയുള്ള ട്രേഡുകളൊക്കെ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.